നമസ്കാരം. കീ ടു വിനിൻ്റെ +2 ബയോളജി സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് 7 ജനിതക ശാസ്ത്രവും പരിണാമവും ജെനറ്റിക്സ് ആൻഡ് ഇവല്യൂഷനാണ്. ഈ യൂണിറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പാരമ്പര്യത്തിൻ്റെയും വ്യതിയാനത്തിൻ്റെയും അടിസ്ഥാനങ്ങൾ, പാരമ്പര്യത്തിൻ്റെ തന്മാത്ര അടിസ്ഥാനം, പരിണാമം, ഇത്രയും ആണ്. ഇതിൽ ഇൻട്രൊഡക്ടറി പാർട്ടിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് നോക്കാം. പാരമ്പര്യ പ്രേഷണ രീതിയെ പറ്റിയുള്ള ആശയം നമുക്ക് നൽകിയത് ആരാണ്? മെൻഡലും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുമാണ്. എന്നിരുന്നാലും പ്രകട സ്വഭാവം നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ, അതായത് ഫാക്ടേഴ്സ്, പ്രകട സ്വഭാവം അല്ലെങ്കിൽ ഫീനോടൈപ്പിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി ഒരു ധാരണയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് ജനിതക പ്രേഷണത്തിനുള്ള അടിസ്ഥാനമാകിയാൽ ജനിതക പദാർത്ഥങ്ങളുടെ ഘടനയെക്കുറിച്ചും ജനിതക രൂപത്തിൻ്റെയും പ്രകട രൂപത്തിൻ്റെയും ഘടനാപരമായ മാറ്റത്തെക്കുറിച്ചും മനസ്സിലാക്കുക എന്നത് അടുത്ത നൂറ്റാണ്ടിൽ ജീവശാസ്ത്രത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറി. തന്മാത്രാ ജീവശാസ്ത്രം പൂർണ്ണമായും വാട്സൺ, ക്രിക്ക്, നിരൻബർഗ്, ഖൊരാന, കോൺബർഗ്, ബെൻസർ, മൊണാഡ്, ബ്രെണ്ണർ തുടങ്ങിയവരുടെ സംഭാവനകളുടെ അനന്തര ഫലമാണ്. ഇവിടെ ജെയിംസ് വാട്സൻ്റെയും ഫ്രാൻസിസ് ക്രിക്കിൻ്റെയും പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ചേർന്നാണ് ന്യൂക്ലിക് ആമ്ലം അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡിൻ്റെ ഘടനയും അതിൻ്റെ അനുപൂരക ചുറ്റുഗോവണി രൂപരേഖയും ഉണ്ടാക്കിയത്. അതായത് 1953 മാർച്ചിൽ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്നിട്ടാണ് ന്യൂക്ലിക് ആസിഡിൻ്റെ സ്ട്രക്ചറും, അതായത് ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ, അനുപൂരക ചുറ്റുഗോവണി രൂപരേഖ ഉണ്ടാക്കിയത്. നിരവധി ബഹുമതികൾ വാട്സണും ക്രിക്കിനും ഒരുമിച്ച് ലഭിച്ചിട്ടുണ്ട്. ജോൺ കോളിൻസ് വാറൽ സമ്മാനം നൽകി 1959 മസാച്യൂസെറ്റ്സ് ജനറൽ ആശുപത്രി അദ്ദേഹത്തെ ആദരിച്ചു. 1960 ലാസ്കർ ബഹുമതി, 62 റിസർച്ച് കോർപ്പറേഷൻ സമ്മാനം, 62 നോബൽ സമ്മാനം തുടങ്ങിയവ ബഹുമതികളിൽ ചിലതാണ്. ഇനി നമ്മൾ 5ാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. പാരമ്പര്യത്തിൻ്റെയും വ്യതിയാനത്തിൻ്റെയും അടിസ്ഥാന തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. അതിലാദ്യം പറയുന്നത് മെൻഡലിൻ്റെ പാരമ്പര്യ സ്വഭാവ നിയമങ്ങളെക്കുറിച്ചാണ്. അതിലേക്ക് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. മാതാപിതാക്കളിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് എത്തുന്ന പാരമ്പര്യ സ്വഭാവങ്ങളെക്കുറിച്ചും വ്യതിയാനങ്ങളെക്കുറിച്ചുമുള്ള പഠനമാണ് ജനിതക ശാസ്ത്രം. അതായത് മാതാപിതാക്കളിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കിട്ടുന്ന സ്വഭാവങ്ങളെ പാരമ്പര്യം അഥവാ ഇൻഹെറിറ്റൻസ് എന്നും, മാതാപിതാക്കളിൽ നിന്നും വ്യതിരിക്തമായി അതായത് വ്യത്യസ്തമായി കുഞ്ഞുങ്ങൾ പ്രകടിപ്പിക്കുന്ന വ്യത്യാസങ്ങളെ വ്യതിയാനങ്ങൾ അഥവാ വേരിയേഷൻ എന്നും പറയുന്നു. അതായത് മാതാപിതാക്കളിൽ നിന്നും പകർന്നു കിട്ടുന്ന സ്വഭാവങ്ങളെ പാരമ്പര്യം അഥവാ ഇൻഹെറിറ്റൻസ് എന്നും, മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി കുഞ്ഞുങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്വഭാവങ്ങളെയാണെങ്കിൽ വേരിയേഷൻ അഥവാ വ്യതിയാനങ്ങൾ എന്നുമാണ് പറയുന്നത്. വ്യതിയാനം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ലൈംഗിക പ്രത്യുൽപാദനമാണ്. മനുഷ്യർ പ്രകൃതിയിൽ കാണപ്പെടുന്ന ചില വന്യമൃഗങ്ങളെയും സസ്യങ്ങളെയും ചൂഷണം ചെയ്യുന്നു. അവയെ കൃത്രിമമായി തിരഞ്ഞെടുത്ത് പ്രജനനം നടത്തുകയും ആഗ്രഹിക്കുന്ന സ്വഭാവ വിശേഷങ്ങൾ ജീവികളിൽ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. ഉദാഹരണമായി പൂർവികരായിട്ടുള്ള കാട്ടുപശുക്കളിൽ കൃത്രിമമായ തിരഞ്ഞെടുപ്പ് നടത്തി അവയെ ഇണക്കിയെടുത്താണ് പ്രസിദ്ധമായ ഇന്ത്യൻ പശു ഇനങ്ങളെ നാം സൃഷ്ടിച്ചത്. അങ്ങനെ വർഗസങ്കരണം നടത്തി ഉണ്ടാക്കിയ ഒരു പശുവിന് ഉദാഹരണമാണ് പഞ്ചാബിലെ സഹിവാൾ എന്ന് പറയുന്ന ഇനം പശു. ഇനി മെൻഡൽ നടത്തിയ പരീക്ഷണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 19ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിലാണ് പാരമ്പര്യത്തെക്കുറിച്ചുള്ള അറിവുകളിൽ പുരോഗതി ഉണ്ടായത്. ഗ്രിഗർ മെൻഡൽ തുടർച്ചയായി 7 വർഷം പയർ ചെടികളിൽ വർഗസങ്കരണ പരീക്ഷണങ്ങൾ നടത്തുകയും അതിൻ്റെ ഫലമായി ജീവികളിലെ പാരമ്പര്യ സ്വഭാവ നിയമങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തു. ഗ്രിഗർ മെൻഡൽ ഏത് ചെടിയിലാണ് പരീക്ഷണം നടത്തിയത്? പയർ ചെടി. പൈസം സറ്റൈവം എന്നാണ് പയർ ചെടിയുടെ സയൻറ്റിഫിക് നെയിം. പൈസം സറ്റൈവം അഥവാ പയർ ചെടിയിലാണ് മെൻഡൽ 7 വർഷത്തോളം തുടർച്ചയായി പരീക്ഷണങ്ങൾ നടത്തിയത്. അതിൻ്റെ ഫലമായി അദ്ദേഹം പാരമ്പര്യ സ്വഭാവ നിയമങ്ങൾ ആവിഷ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളിലെ വലുപ്പമേറിയ സാമ്പിളുകളാണ് അദ്ദേഹം ശേഖരിച്ച വസ്തുതകൾക്ക് കൂടുതൽ വിശ്വസനീയത നേടിക്കൊടുത്തത്.
പരീക്ഷണം നടത്തിയ ചെടികളുടെ തുടർന്നുള്ള തലമുറകളിലും അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ ആവർത്തിച്ചപ്പോൾ അടിസ്ഥാനമില്ലാത്ത ആശയങ്ങളല്ല, മറിച്ച് പാരമ്പര്യത്തിൻ്റെ പൊതു സ്വഭാവങ്ങളാണ് ഗവേഷണ ഫലമായി ഉണ്ടായത്. അതായത് അദ്ദേഹം പരീക്ഷണം നടത്തിയ ചെടികൾ തുടർന്നുള്ള തലമുറകളിലും അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളെ ആവർത്തിച്ച് കിട്ടി. റിസൾട്ട് അടുത്ത തലമുറയിലും കിട്ടി. സ്ഥിരമല്ലാത്ത സ്വഭാവ സവിശേഷതകളെ അദ്ദേഹം അവഗണിച്ചു. മെൻഡൽ തൻ്റെ പരീക്ഷണങ്ങൾ നടത്തിയത് പ്രത്യക്ഷത്തിൽ വിപരീത സ്വഭാവങ്ങളുള്ള പയറുചെടികളിലാണ്. ഉദാഹരണത്തിന് ഉയരം കൂടിയതും കുറഞ്ഞതും പച്ച, മഞ്ഞ നിറത്തിലുള്ള വിത്തുകൾ, ഇങ്ങനെ വിപരീത സ്വഭാവങ്ങളുള്ള പയറുചെടികളിലാണ് അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയത്. ഇത് അദ്ദേഹത്തിന് പാരമ്പര്യ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന അടിസ്ഥാന നിയമങ്ങൾ രൂപീകരിക്കാൻ സഹായകമായി. ഈ അടിസ്ഥാന നിയമങ്ങൾ പിന്നീട് വന്ന ശാസ്ത്രജ്ഞർക്ക് പ്രകൃതിയിലെ വൈവിധ്യങ്ങളെ നിരീക്ഷിക്കുന്നതിനും അവയിൽ അന്തർലീനമായിരിക്കുന്ന സങ്കീർണതകളെ മനസ്സിലാക്കുന്നതിനും സഹായിച്ചു. മെൻഡൽ ഒരു കൂട്ടം ശുദ്ധവർഗ പയറുചെടികളിൽ കൃത്രിമ പരാഗണവും പരപരാഗണവും നടത്തി. ശുദ്ധവർഗം എന്ന് പറഞ്ഞാൽ ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള പയറുചെടികളിൽ കൃത്രിമ പരാഗണവും നടത്തി, പരപരാഗണവും നടത്തി. തുടർച്ചയായ സ്വപരാഗണത്തിന് വിധേയമാകുന്നതും തലമുറകളോളം സ്ഥിര സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നവയുമാണ് ശുദ്ധവർഗ ചെടികൾ. എന്താണ് ശുദ്ധവർഗ ചെടികൾ അല്ലെങ്കിൽ ട്രൂ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ? തുടർച്ചയായിട്ടുള്ള സ്വപരാഗണത്തിന് വിധേയമാകുന്നു, അതുപോലെ തലമുറകളോളം സ്ഥിരമായ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ചെടികളെയാണ് ശുദ്ധവർഗ ചെടികൾ അല്ലെങ്കിൽ ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. മെൻഡൽ 14 ഇനം ശുദ്ധവർഗ ചെടികൾ തിരഞ്ഞെടുക്കുകയും അവയിൽ എല്ലാ സ്വഭാവങ്ങളും ഒരുപോലെയുള്ള എന്നാൽ ഒരു കാര്യത്തിൽ മാത്രം വിപരീത ഗുണങ്ങൾ കാണിക്കുന്നതുമായ ഇനങ്ങളെ ജോഡികളാക്കുകയും ചെയ്തു. മെൻഡൽ എത്ര ഇനം ശുദ്ധവർഗ ചെടികളാണ് തിരഞ്ഞെടുത്തത്? 14 ഇനം ശുദ്ധവർഗ ചെടികളെയാണ് തിരഞ്ഞെടുത്തത്. അവയിൽ എല്ലാ സ്വഭാവങ്ങളും ഒരുപോലെയുള്ളതായിരുന്നു, എന്നാൽ ഒരു കാര്യത്തിൽ മാത്രം വിപരീത ഗുണങ്ങൾ അല്ലെങ്കിൽ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രെയ്റ്റ്സ് കാണിക്കുന്നതുമായിരുന്നു. ഇങ്ങനെയുള്ള ഇനങ്ങളെയാണ് അദ്ദേഹം ജോഡിയാക്കിയത്. മെൻഡൽ തിരഞ്ഞെടുത്ത വിപരീത സ്വഭാവ ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 7 വ്യത്യസ്ത സ്വഭാവങ്ങളെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. വിത്തിൻ്റെ ആകൃതി. വിത്തിൻ്റെ ആകൃതിയിലെ പ്രകട ഗുണം, അതായത് പ്രകടമായി കാണാൻ പറ്റുന്ന ഗുണം എന്ന് പറയുന്നത് ഉരുണ്ടതായിരുന്നു. മറഞ്ഞിരിക്കുന്ന ഗുണം അല്ലെങ്കിൽ ഗുപ്ത ഗുണം ഏതായിരുന്നു? ചുളുങ്ങിയതായിരുന്നു. വിത്തിൻ്റെ നിറം പ്രകട ഗുണം മഞ്ഞ, ഗുപ്ത ഗുണം പച്ച. പൂവിൻ്റെ നിറം പ്രകട ഗുണം വയലറ്റ്, ഗുപ്ത ഗുണം വെള്ള. ഫലത്തിൻ്റെ ആകൃതി പ്രകടഗുണം വീർത്തത്, ഗുപ്തഗുണം ചുരുങ്ങിയത്. ഫലത്തിൻ്റെ നിറം പ്രകടഗുണം പച്ച, ഗുപ്തഗുണം മഞ്ഞ. പൂവിൻ്റെ സ്ഥാനം പ്രകടഗുണം ശാഖകളിൽ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ ആ കാണ്ഡത്തിൽ നിന്നുമാണ് പൂവുണ്ടായിരിക്കുന്നത്. എന്നാൽ ഇവിടെയാണെങ്കിലോ ഇവിടെ അഗ്രത്തിലാണ് പൂവുണ്ടായിരിക്കുന്നത്. പൂവിൻ്റെ സ്ഥാനം പ്രകടഗുണം ശാഖകളിൽ, ഗുപ്തഗുണം അഗ്രത്തിൽ. കാണ്ഡത്തിൻ്റെ നീളം പ്രകടഗുണം ഉയരം കൂടിയത്, ഗുപ്തഗുണം ഉയരം കുറഞ്ഞത്. ഇങ്ങനെ മെൻഡൽ 7 വിപരീത ഗുണങ്ങളുടെ ജോഡികളെയാണ് പഠന വിധേയമാക്കിയത്. ആ 7 വിപരീത ഗുണങ്ങൾ ഇവിടെ ടേബിളിലും കൊടുത്തിട്ടുണ്ട്. സെയിം കാര്യം തന്നെയാണ്, അപ്പോൾ അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. ഇനി പാരമ്പര്യത്തിൽ ജീനുകളുടെ പ്രാധാന്യത്തെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ പയർ ചെടിയിലെ വർഗ്ഗസംകരണത്തിലെ വിവിധ ഘട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്. മെൻഡൽ നടത്തിയ എക്സ്പെരിമെൻറ്റിൽ പയർ ചെടിയിലെ വർഗ്ഗസംകരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ വർഗ്ഗസംകരണം നടത്തുന്നത് എങ്ങനെയാണ്? പൂക്കളിലാണ് നടത്തുന്നത്. ഇവിടെ പൂവിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്, സ്ത്രീ ലൈംഗിക അവയവം കൊടുത്തിട്ടുണ്ട്, താഴെ ജനിയുണ്ട്, മുകളിൽ എന്തുണ്ട്? പരാഗണ സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഇനി മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ട് ഇവിടെ കേസരം ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ കേസരത്തിൻ്റെ ഏറ്റവും വീർത്ത ഭാഗം പരാഗി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതള്, ഇത്രയുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ മെൻഡൽ എന്താണ് നടത്തിയത്? വർഗ്ഗസംകരണം നടത്തി. വർഗ്ഗസംകരണം നടത്താനായിട്ട് മാതൃസസ്യത്തിൻ്റെ കേസരങ്ങളെ നീക്കം ചെയ്തു. ഇങ്ങനെ കേസരങ്ങളെ നീക്കം ചെയ്തതിനെയാണ് എന്ത് പറയുന്നത്? ഈ മാസ്കുലേഷൻ എന്നാണ് പറയുന്നത്. പിതൃസസ്യത്തിൽ നിന്ന് പരാഗരേണുക്കൾ മാതൃസസ്യത്തിലേക്ക് കൈമാറി പരാഗണ സ്ഥലത്തേക്ക് പതിപ്പിച്ചു. അതിനെയാണ് എന്ത് പറയുന്നത്? പരാഗണം. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു?
പരാഗണം നടത്തിയിട്ട് കിട്ടിയ ചെടിയിൽ നിന്ന് വിത്തുകളുണ്ടായി. ആ വിത്തുകളിൽ നിന്ന് എന്ത് ചെയ്തു? അടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിച്ചു. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഇതിൽ നിന്ന് വിത്തുകൾ ശേഖരിച്ചു. ഇങ്ങനെ ഇതാണ് വിത്ത് കാണിച്ചിരിക്കുന്നുണ്ട്. ഈ വിത്തുകൾ ശേഖരിച്ചിട്ട് എന്ത് ചെയ്തു? അടുത്ത തലമുറയെ ഉണ്ടാക്കി. നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. വർഗസങ്കരണത്തിന് ഉദാഹരണമായി മെൻഡൽ നടത്തിയ പരീക്ഷണം നമുക്ക് നോക്കാം. ഒരു ജീനിൻ്റെ പാരമ്പര്യ പ്രേഷണം മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു സ്വഭാവത്തെ മാത്രം പഠന വിധേയമാക്കി. പൊക്കം കൂടിയതും പൊക്കം കുറഞ്ഞതുമായ പയർ ചെടികളെയാണ് അദ്ദേഹം വർഗസങ്കരണത്തിനായി ഉപയോഗിച്ചത്. സങ്കരണത്തിൻ്റെ ഫലമായി ലഭിച്ച വിത്തുകൾ ശേഖരിക്കുകയും അതുപയോഗിച്ച് ഒന്നാം തലമുറ അല്ലെങ്കിൽ F1 തലമുറയിൽപ്പെട്ട സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. F1 തലമുറയിൽപ്പെട്ട സസ്യങ്ങളെല്ലാം തന്നെ പൊക്കം കൂടിയവയായിരുന്നു. അപ്പോൾ ഈ വിത്തുകൾ ശേഖരിച്ച് F1 തലമുറ ഉണ്ടാക്കിയപ്പോൾ കിട്ടിയതെല്ലാം തന്നെ എങ്ങനെയായിരുന്നു? പൊക്കം കൂടിയവയായിരുന്നു. അതായത് അതിൻ്റെ പിതൃ സസ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്വഭാവം മാത്രമാണ് F1-ൽ പ്രകടമാക്കിയത്. F1 തലമുറയിൽ പൊക്കം കൂടുതൽ എന്ന സ്വഭാവം മാത്രം പ്രകടമാക്കുകയും പൊക്കക്കുറവ് എന്ന സ്വഭാവത്തെ പ്രകടമാക്കാതിരിക്കുകയും ചെയ്തു. F1 തലമുറയിലെ പ്രകട ഗുണം, അതായത് പ്രകടമാക്കിയ ഗുണം ഏതായിരുന്നു? പൊക്ക കൂടുതലായിരുന്നു. ഗുപ്ത ഗുണം, പ്രകടമാക്കാതിരുന്ന ഗുണം ഏതായിരുന്നു? അത് പൊക്കക്കുറവ് എന്നത് ആയിരുന്നു. അങ്ങനെ F1 തലമുറയിലെ സസ്യങ്ങളെ അദ്ദേഹം എന്ത് ചെയ്തു? സ്വപരാഗണം നടത്തി. ആ സസ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പരാഗണം നടത്തി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? F2 തലമുറ ഉൽപ്പാദിപ്പിച്ചു. F2 തലമുറയിലെ ചില സസ്യങ്ങൾ പൊക്കം കുറഞ്ഞതായിരുന്നു. പൊക്കക്കുറവ് എന്ന സ്വഭാവം F1 തലമുറയിൽ പ്രകടിപ്പിച്ചിരുന്നോ? ഇല്ല, F1 തലമുറയിൽ പ്രകടിപ്പിച്ചിരുന്നില്ല. F2 തലമുറയിലുണ്ടായ സ്വഭാവത്തിൻ്റെ അനുപാതം 4/3 സസ്യങ്ങൾ പൊക്കം കൂടിയവും 1/4 സസ്യം പൊക്കം കുറഞ്ഞവയുമായിരുന്നു. പിതൃ സസ്യങ്ങളുടെ സ്വഭാവങ്ങളായ പൊക്കക്കൂടുതൽ, പൊക്കക്കുറവ് എന്നിവ അതേപടി രണ്ടാം തലമുറയിലേക്ക് വ്യാപരിക്കുകയും ഒരിക്കൽ പോലും രണ്ട് സ്വഭാവങ്ങളും കൂടിക്കലർന്ന് രണ്ടിനും മധ്യയുള്ള ഒരു സ്വഭാവം പ്രകടമാക്കിയിരുന്നുമില്ല. അപ്പോൾ F1 തലമുറയിൽ നിന്ന് F2 തലമുറ ഉണ്ടാക്കിയപ്പോൾ 3/4 സസ്യങ്ങൾ പൊക്കം കൂടിയവയും 1/4 സസ്യങ്ങൾ എന്തായിരുന്നു? പൊക്കം കുറഞ്ഞവയുമായിരുന്നു. ഇത് രണ്ടും കൂടെ കൂടിക്കലർന്നിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു സ്വഭാവം കിട്ടിയിട്ടില്ല. മുകളിലത്തെ പരീക്ഷണങ്ങൾ സമാനമായി മറ്റു ജോഡി സ്വഭാവങ്ങൾ, വേറെയും 6 ജോഡിയും കൂടെ ഉണ്ടല്ലോ സ്വഭാവങ്ങൾ അദ്ദേഹം തിരഞ്ഞെടുത്തത്. ആകെ 7 ജോഡി സ്വഭാവങ്ങളല്ലേ തിരഞ്ഞെടുത്തത്. അപ്പോൾ മറ്റു ജോഡി സ്വഭാവങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പഠനം നടത്തി. അങ്ങനെ ഇതേപോലെ തന്നെ അദ്ദേഹത്തിന് ഫലം കിട്ടുകയും ചെയ്തു. F1 തലമുറയിൽ മാതൃപിതൃ സസ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ സ്വഭാവം പ്രകടമാക്കുകയും F2 തലമുറയിൽ 2 ഗുണങ്ങളും കൂടിക്കലരാതെ 3:1 എന്ന അനുപാതത്തിൽ പ്രകടമാവുകയും ചെയ്തു. മെൻഡൽ തൻ്റെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാതൃപിതൃ സസ്യങ്ങളിൽ നിന്ന് സ്വഭാവവിശേഷങ്ങൾ അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്നത് ബീജകോശങ്ങൾ വഴിയാണ് എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നു. ഓരോ സ്വഭാവത്തിനും കാരണമാകുന്നവയെ അദ്ദേഹം എന്താണ് വിളിച്ചത്? ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് എന്നാണ് വിളിച്ചത്. മെൻഡൽ ഫാക്ടേഴ്സ് എന്ന് വിളിച്ച ഈ ഘടകങ്ങളെ പിന്നീട് ജീൻ എന്ന് അറിയപ്പെട്ടു. ജീനുകളാണ് പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാന ഘടകം. പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ്? ജീനുകളാണ്. ഒരു ജീനിൽ അത് പ്രകടിപ്പിക്കേണ്ട സ്വഭാവങ്ങളുടെ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതായത് ജീനുകളിൽ ഒരു ജോഡി വിപരീത ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നതിനാവശ്യമായ വിവരങ്ങൾ ഉണ്ടായിരിക്കും. ഒരു ജീനിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ് അലീലുകൾ. ജീനിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ ഏതാണ്? അലീലുകൾ. ജീനുകളെ അക്ഷരമാലയിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിക്കുമ്പോൾ F1 തലമുറയിലെ പ്രകട സ്വഭാവം ഇംഗ്ലീഷിലെ വലിയ അക്ഷരം അഥവാ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടും രണ്ടാമത്തെ ഘടകം ചെറിയ അക്ഷരം കൊണ്ടും സൂചിപ്പിക്കുന്നു. അതായത് പ്രകട സ്വഭാവത്തെ ഇംഗ്ലീഷിലെ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഗുപ്ത ഗുണത്തെ അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന ഗുണത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഘടകത്തിനെ ഇംഗ്ലീഷിലെ ചെറിയ അക്ഷരം കൊണ്ടും സൂചിപ്പിക്കുന്നു. ഉദാഹരണമായി ഉയരം കൂടിയത് ഉയരം കുറഞ്ഞത് എന്ന് പറയുന്ന ആ ഒരു ജോഡി സ്വഭാവങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഉയരം കൂടിയതിനെ ക്യാപിറ്റൽ ടി എന്നും ഉയരം കുറഞ്ഞതിനെ സ്മോൾ ടി എന്നും സൂചിപ്പിക്കുന്നു. ഇവിടെ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഒരു ജീനിൻ്റെ വിവിധ രൂപങ്ങളാണ്, അതായത് അലീലുകളാണ്. അപ്പോൾ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ പൊക്കം കൂടിയതിനെ സൂചിപ്പിക്കുന്ന അലീലാണ്. സ്മോൾ ടി എന്ന് പറഞ്ഞാൽ പൊക്കം കുറവിനെ സൂചിപ്പിക്കുന്ന അലീലാണ്.
അതായത് സസ്യങ്ങളിൽ ഉയരത്തെ സൂചിപ്പിക്കുന്നതിനുള്ള ജീനുകൾ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, സ്മോൾ ടി, സ്മോൾ ടി എന്നിവയാണ്. വർഗസങ്കരണത്തിന് തിരഞ്ഞെടുക്കുന്ന സസ്യങ്ങൾ തലമുറകളായി ശുദ്ധമാണെങ്കിൽ, ഉദാഹരണത്തിന് ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതുമായ പയർ ചെടികളാണെങ്കിൽ പൊക്കം സൂചിപ്പിക്കുന്ന ജീനുകൾ സമജോഡികൾ അല്ലെങ്കിൽ ഹോമോസൈഗസ് ആയിരിക്കും. പൊക്കം കൂടിയതിൻ്റെ ഹോമോസൈഗസ് നമ്മൾ എങ്ങനെ എഴുതാം? പൊക്കം കൂടിയതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ ടി അല്ലേ, അപ്പോൾ ഹോമോസൈഗസിനെ എങ്ങനെ എഴുതും? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, 2 അലീൽ. അല്ലെങ്കിൽ പൊക്ക കുറവാണെങ്കിൽ സ്മോൾ ടി, സ്മോൾ ടി എന്ന് എഴുതും. ഇവിടെ ക്യാപിറ്റൽ ടി ടിയും സ്മോൾ ടി ടിയും എന്താണ്? ജീനോടൈപ്പ്, ജനിതക രൂപങ്ങളാണ്. എന്നാൽ അവയുടെ പ്രകടരൂപത്തെ എന്ത് പറയും? ഫീനോടൈപ്പ് എന്ന് പറയും. ഉയര കൂടുതലും ഉയരക്കുറവുമാണ്. അപ്പോൾ ജീനോടൈപ്പിനെയാണ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, പൊക്ക കൂടുതലിൻ്റെ ജീനോടൈപ്പ്. സ്മോൾ ടി, സ്മോൾ ടി, പൊക്കക്കുറവിൻ്റെ ജീനോടൈപ്പ് അല്ലെങ്കിൽ ജനിതക രൂപം. ഇനി ഇതിൻ്റെ ഫീനോടൈപ്പ് അല്ലെങ്കിൽ പ്രകട രൂപം എന്ന് പറഞ്ഞാൽ അതെന്താണ്? ക്യാപിറ്റൽ ടി ടിയുടെ ഫീനോടൈപ്പാണ് ഉയരക്കൂടുതൽ. സ്മോൾ ടി ടിയുടെ ഫീനോടൈപ്പ് അല്ലെങ്കിൽ പ്രകട രൂപമാണ് ഉയരക്കുറവ്. മെൻഡലിൻ്റെ പരീക്ഷണത്തിൽ F1 തലമുറയിലെ ക്യാപിറ്റൽ ടി, സ്മോൾ ടിയുടെ പ്രകടരൂപം മാതൃപിതൃസസ്യങ്ങളിലൊന്നായ ക്യാപിറ്റൽ ടിയുടെ രൂപത്തിന് സമാനമായിരുന്നു. അതായത് ക്യാപിറ്റൽ ടി, സ്മോൾ ടിയുടെ പ്രകടരൂപം എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ടി അതിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് അത് പൊക്ക കൂടുതൽ. എന്നാൽ ക്യാപിറ്റൽ ടിയുടെയും പ്രകടരൂപം എന്താണ്? പൊക്ക കൂടുതൽ. ഇത് രണ്ടും പൊക്ക കൂടുതലാണല്ലോ. അതുകൊണ്ട് പറയാണ് മെൻഡലിൻ്റെ പരീക്ഷണത്തിൽ F1 തലമുറയിലെ ക്യാപിറ്റൽ ടി, സ്മോൾ ടിയുടെ പ്രകടരൂപം എന്ന് പറയുന്നത് മാതൃപിതൃസസ്യങ്ങളിലൊന്നായ ക്യാപിറ്റൽ ടിയുടെ രൂപത്തിന് സമാനമായിരുന്നു. 2 വിപരീത ഗുണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു ഗുണം പ്രകടമാവുകയും മറ്റേത് ഗോപ്യമാവുകയും, അതായത് മറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. പ്രകടമാവുന്ന സ്വഭാവത്തെ പ്രകടഗുണം അല്ലെങ്കിൽ ഡൊമിനൻ്റ് ട്രെയ്റ്റ് എന്നും ഗോപ്യമായിരിക്കുന്ന സ്വഭാവത്തെ, മറഞ്ഞിരിക്കുന്ന സ്വഭാവത്തെ ഗുപ്തഗുണം അല്ലെങ്കിൽ റിസസീവ് ട്രെയ്റ്റ് എന്നും പറയുന്നു. ഇവിടെ ക്യാപിറ്റൽ ടി ഉയരക്കൂടുതൽ പ്രകടഗുണത്തെയും സ്മോൾ ടി ഉയരക്കുറവ് എന്ന് പറയുന്നത് ഗുപ്തഗുണത്തെയും സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണ്. പഠനവിധേയമാക്കിയ മറ്റു വിപരീത ജോഡികളിലും സമാനമായ രീതിയാണ് മെൻഡൽ കണ്ടത്. അനുയോജ്യവും യുക്തിപരവുമായ അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങൾ കൊണ്ടുവേണം പ്രകടഗുണങ്ങളെ സൂചിപ്പിക്കേണ്ടത്. പ്രകടഗുണം വലിയ അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നു. അതുപോലെ ചെറിയ അക്ഷരങ്ങൾ കൊണ്ട് ഗുപ്തഗുണത്തെയും സൂചിപ്പിക്കാം. ഒരിക്കലും ടോൾ എന്നതിന് വേണ്ടി ക്യാപിറ്റൽ ടിയും ഡ്വാർഫ് എന്നതിന് വേണ്ടി സ്മോൾ ഡിയും ഉപയോഗിക്കരുത്. കാരണം ടിയും ഡിയും ഒരു ജീനിൻ്റെ വിവിധ അലീലുകളാണെന്ന് ഓർത്തിരിക്കാൻ പ്രയാസമായിരിക്കും. സമജോടി സ്വഭാവങ്ങളിൽ ജീനിൻ്റെ 2 രൂപങ്ങളും ഒരുപോലെ ആയിരിക്കും. ഉദാഹരണത്തിന് ടി ആണെങ്കിൽ ടീൻ്റെ തന്നെ സ്മോൾ ലെറ്റർ ടി ആണ് എഴുതേണ്ടത്. എന്നാൽ വിപരീതമായി ഹെട്രോസൈഗസ് സ്വഭാവങ്ങളിൽ ഇവ വ്യത്യസ്തമായിരിക്കും. ഹെട്രോസൈഗസ് ആണെങ്കിൽ എന്തായിരിക്കും എഴുതുക? ക്യാപിറ്റൽ ടിയും എഴുതും സ്മോൾ ടിയും എഴുതും. ഇങ്ങനെയാണ് ഹെട്രോസൈഗസിന് എഴുതുക. ഹോമോസൈഗസ് ആണെങ്കിൽ എങ്ങനെ എഴുതും? പൊക്ക കൂടുതലാണെങ്കിൽ ഇങ്ങനെ എഴുതും, പൊക്ക കുറവാണെങ്കിൽ ഇങ്ങനെ എഴുതും. ഹെട്രോസൈഗസ് ആണെങ്കിൽ എങ്ങനെ എഴുതും? രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് എഴുതും. ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും മിക്സ് ആക്കി എഴുതുന്നു. ക്യാപിറ്റൽ ടി, സ്മോൾ ടി എന്ന് പറയുന്ന സസ്യം 2 വിപരീത ജോഡി ജീനുകളുള്ളതും ഉയര കൂടുതൽ എന്ന ഗുണത്തെ നിയന്ത്രിക്കും. ഇവിടെ ഒരു ക്യാപിറ്റലെങ്കിലും ഉള്ളതുകൊണ്ട് ഇതെന്താണ് ചെയ്യുന്നത്? ഉയര കൂടുതൽ എന്ന് പറയുന്ന ഗുണത്തെയാണിത് നിയന്ത്രിക്കുന്നത്. ഇതിനെ ഏകസങ്കര ഇനം അല്ലെങ്കിൽ മോണോ ഹൈബ്രിഡ് എന്നും ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും തമ്മിലുള്ള സങ്കരണത്തെ ഏക സ്വഭാവ സങ്കരണം മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നും പറയുന്നു. ഇവ തമ്മിലുള്ള ക്രോസിനെ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നും, ഇങ്ങനെ കിട്ടുന്ന ക്യാപിറ്റൽ ടി, സ്മോൾ ടി എന്ന് പറയുന്നതിന് എന്ത് പറയുന്നു? മോണോ ഹൈബ്രിഡ് അല്ലെങ്കിൽ ഏകസങ്കര ഇനം എന്നുമാണ് പറയുന്നത്. ഏക സ്വഭാവ സങ്കരണത്തിൻ്റെ ചിത്രീകരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം പിതൃ സസ്യങ്ങളെ എടുത്തു. ഒരെണ്ണം ഉയരം കൂടിയതാണെങ്കിൽ ഒരെണ്ണം ഉയരം കുറഞ്ഞതാണ്. അതിൽ നിന്നും F1 തലമുറ ഉണ്ടാക്കുന്നു. F1 തലമുറയിൽ ഉയരം കൂടിയതാണ് കിട്ടിയത്. F1 തലമുറയിലെല്ലാം തന്നെ ഉയരം കൂടിയതായിരുന്നു. ഇനി F1 തലമുറയെ കൊണ്ട് F1 തലമുറയെ തന്നെ ക്രോസ് ചെയ്യുന്നു, അതായത് സ്വപരാഗണം നടത്തുന്നു. അങ്ങനെ F2 തലമുറ ഉണ്ടാക്കുന്നു. F2 തലമുറയിൽ എങ്ങനെയാണ് കിട്ടുന്നത്? ഉയരം കൂടിയതും കിട്ടിയിട്ടുണ്ട്, ഉയരം കുറഞ്ഞതും കിട്ടിയിട്ടുണ്ട്, എന്നാൽ മിക്സ് ആയിട്ടുള്ളത് കിട്ടിയിട്ടില്ല. ഇതിന് രണ്ടിനും മധ്യേ വരുന്ന
1 കിട്ടിയിട്ടില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞു F2 തലമുറയിൽ കിട്ടിയ അനുപാതം, ഏകസങ്കര അനുപാതം എന്ന് പറയുന്നത് 3:1 എന്ന് പറയുന്ന അനുപാതമായിരുന്നു. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഉയരം കൂടിയതുമുണ്ട്, ഉയരം കുറഞ്ഞതുമുണ്ട്. ഉയരം കൂടിയതിൻ്റെത് ക്യാപിറ്റൽ ടി, ഉയരം കുറഞ്ഞതിൻ്റെത് സ്മോൾ ടി. ഇനി ഇതിൽ നിന്ന് ബീജകോശങ്ങൾ എഴുതുമ്പം ഓരോന്ന് മാത്രം എഴുതും. അപ്പോൾ ഒരു ബീജകോശം ക്യാപിറ്റൽ ടി മാത്രം, മറ്റൊരു ബീജകോശം വേറൊരു ക്യാപിറ്റൽ ടി മാത്രം. ഇനി ഇവിടെ നിന്ന് അലീൽസ് എഴുതുമ്പം ഒരു ബീജകോശത്തിൽ സ്മോൾ ടി എന്ന് പറയുന്ന അലീൽ, വേറൊരു ബീജകോശം സ്മോൾ ടി എന്ന് പറയുന്ന അലീൽ. ഇതിനെ ക്രോസ് ചെയ്തിട്ട് F1 തലമുറ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ F1 തലമുറയിൽ എങ്ങനെ കിട്ടി? ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും കൂടിയിട്ട് ഇവിടെ ഏത് കിട്ടി? ഈ ക്യാപിറ്റൽ ടിയും ഈ സ്മോൾ ടിയും കൂടിയിട്ട് ഒരു ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടുന്നു. അതേപോലെ വീണ്ടും ഈ ക്യാപിറ്റൽ ടിയും ഈ സ്മോൾ ടിയും കൂടിയിട്ട് ഇവിടെ എന്ത് കിട്ടുന്നു? ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടുന്നു. ഈ ക്യാപിറ്റൽ ടിയും ഈ സ്മോൾ ടിയും കൂടിയിട്ട് ഇവിടെ എന്ത് കിട്ടുന്നു? ഒരു ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടുന്നു. ഈ ക്യാപിറ്റൽ ടിയും ഈ സ്മോൾ ടിയും കൂടി ഇവിടെ എന്ത് കിട്ടുന്നു? ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടുന്നു. ഇതിലെല്ലാം തന്നെ എന്തുണ്ട്? ഒരു ക്യാപിറ്റൽ ടി ഉണ്ട്. അതുകൊണ്ട് എന്താണ്? പ്രകടഗുണം അല്ലെങ്കിൽ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി എന്തിനെ കാണിക്കുന്നതായിരുന്നു? പൊക്ക കൂടുതലിനെ കാണിക്കുന്ന അക്ഷരമാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് പൊക്ക കൂടുതലാണ്. എന്നാൽ F1 തലമുറയിലെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് F1ലെ ജീനോടൈപ്പ്. ഇനി ഇതിനെ സ്വപരാഗണം നടത്തുന്നു, അതായത് അതിനെ അതുകൊണ്ട് തന്നെ ക്രോസ് ചെയ്യുന്നു. അങ്ങനെ F2 തലമുറ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതിനെ സ്വപരാഗണം നടത്തുമ്പോൾ ഇതിൽ നിന്ന് ബീജകോശങ്ങളെ എഴുതുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് അതിൻ്റെ ജീനോടൈപ്പ്. അപ്പോൾ ഇതിലെ ക്യാപിറ്റൽ ടി ഒരു ബീജകോശത്തിലേക്ക് പോയി, അടുത്ത സ്മോൾ ടി ഇതിലേക്കും പോയി. അപ്പോൾ എന്തായി? ബീജകോശങ്ങൾ ഒരെണ്ണം ക്യാപിറ്റൽ ടി, ഒരെണ്ണം സ്മോൾ ടി. ഇവിടെ അങ്ങനെ തന്നെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് അതിൻ്റെ ജീനോടൈപ്പ്. അതിൽ നിന്ന് ഒരു ക്യാപിറ്റൽ ടി ഇങ്ങോട്ട് വന്നു, ഒരു സ്മോൾ ടി ഇങ്ങോട്ട് വന്നു. അങ്ങനെ 2 ബീജകോശങ്ങൾ കിട്ടി. ഇങ്ങനെ F2 തലമുറ ഉണ്ടാക്കിയപ്പോൾ ആദ്യത്തേതിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ഈ ടിയും തീർത്തിട്ട് ഇവിടെ 2 ക്യാപിറ്റൽ ടി ചേർന്നിട്ട് എന്തായി? ക്യാപിറ്റൽ ടി ഉണ്ടായി. ഇവിടെ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ചേർന്നിട്ട് എന്തുണ്ടായി? ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ടായി. ഇവിടെ സ്മോൾ ടിയും ചേർന്നിട്ട് എന്തായി? സ്മോൾ ടി. ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ചേർന്നിട്ട് എന്തുണ്ടായി? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇതിലെല്ലാം തന്നെ എന്തുണ്ട്? ക്യാപിറ്റൽ ടി ഉണ്ട്. അപ്പോൾ 3 എണ്ണം എന്താണ്? ഉയരം കൂടിയത്. 3 എണ്ണം ഉയരം കൂടിയത്. ക്യാപിറ്റൽ ടി ഉണ്ട്, ഉയരം കൂടിയത്. ഒരെണ്ണത്തിൽ ക്യാപിറ്റൽ ടി ഇല്ല, അതെന്തായി? ഉയരം കുറഞ്ഞത്. സ്മോൾ ടി ആയതുകൊണ്ട് ഉയരം കുറഞ്ഞത്. അപ്പോൾ പ്രകടരൂപ അനുപാതം ഉയരം കൂടിയത് 3, ഉയരം കുറഞ്ഞത് 1. അപ്പോൾ 3:1 ആണെന്ത്? പ്രകടരൂപ അനുപാതം. ഫീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്. ജനിതക രൂപ അനുപാതം. ജനിതക രൂപം നമ്മൾ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് എഴുതുന്നു. അപ്പോൾ ജനിതക രൂപ അനുപാതം എങ്ങനെയായിരിക്കും? ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി. ടി എന്ന് പറയുന്നത് ഇവിടെ ഒരെണ്ണമാണ് കിട്ടിയത്, ആ 1 ഇവിടെ എഴുതിയിട്ടുണ്ട്. ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട്? 1, 2 എണ്ണം. അപ്പോൾ അതിവിടെ 2 എണ്ണം എഴുതിയിട്ടുണ്ട്. സ്മോൾ ടി എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. അപ്പോൾ എത്ര കിട്ടി? 1:2:1 എന്ന് കിട്ടുന്നു. ജനിതക രൂപാനുപാതം 1:2:1. ഇതൊന്ന് വായിച്ചു നോക്കാം. F2 തലമുറയിൽ വ്യത്യസ്ത ഗുണങ്ങൾ കൂടിക്കലരാതെ ഗുപ്തഗുണം പ്രകടമാവുന്നു. ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. F2 തലമുറയിൽ ഗുപ്തഗുണമായിട്ടുള്ള സ്മോൾ ടി ഒരു ചെടിയിൽ എന്തായി? പ്രകടമായിട്ടുണ്ട്. ഇത് സാധ്യമായത് എങ്ങനെയെന്നാണ് പറയുന്നത്. ഉയരം കൂടിയ ചെടിയും ഉയരം കുറഞ്ഞ ചെടിയും ഊനഭംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? മിയോസിസിലൂടെ ബീജകോശങ്ങളെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന 2 ജീൻ രൂപങ്ങൾ അല്ലെങ്കിൽ അലീലുകൾ വേർപിരിയുന്നു. മിയോസിസിലൂടെ ബീജകോശങ്ങൾ ഉണ്ടാകുമ്പം അലീലുകൾ വേർപിരിയുന്നു. അങ്ങനെ ഉണ്ടാകുന്ന അലീലുകൾ ഓരോന്ന് വീതം ഓരോ ബീജകോശത്തിലേക്ക് വ്യാപരിക്കുകയും ചെയ്യുന്നു.
അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഈ ക്യാപിറ്റൽ ടിയിൽ നിന്ന് അലീലുകൾ വേർപിരിഞ്ഞിട്ട് ബീജകോശം ഉണ്ടാകുമ്പോൾ അതിലേക്ക് ഒരെണ്ണം മാത്രം പോകുന്നു. ഇവിടെ ക്യാപിറ്റൽ ടി മാത്രം പോയി, ഇതിലേക്ക് സ്മോൾ ടി മാത്രം പോയി. ഇവിടെയാണെങ്കിലോ പിതൃസസ്യത്തിൻ്റെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരുന്നു, അതിൽ നിന്ന് ക്യാപിറ്റൽ ടി മാത്രം ഒരു ബീജകോശത്തിലേക്ക് പോയി, സ്മോൾ ടി മാത്രം അടുത്ത ബീജകോശത്തിലേക്ക് പോയി. അലീലുകൾ വേർപിരിയുന്നത് ക്രമരഹിതമായാണ്. അതുകൊണ്ട് ഒരു ബീജകോശത്തിൽ ഒരു ജീനിൻ്റെ വകഭേദം ഉണ്ടാകാനുള്ള സാധ്യത എത്രയാണ്? 50% മാത്രമാണ്. ഒരു ബീജകോശത്തിൽ ഒരു ജീനിൻ്റെ വകഭേദം അല്ലെങ്കിൽ അലീൽ ഉണ്ടാവാനുള്ള സാധ്യത 50% മാത്രമാണ്. ഈ രീതിയിൽ പറയുമ്പോൾ ഉയരം കൂടിയ ക്യാപിറ്റൽ ടി സസ്യത്തിൻ്റെ ബീജകോശങ്ങളിൽ ക്യാപിറ്റൽ ടി എന്ന ജീനിൻ്റെ അലീലും ഉയരം കുറഞ്ഞ സ്മോൾ ടി സസ്യത്തിൻ്റെ ബീജകോശത്തിൽ സ്മോൾ ടി എന്ന ജീനിൻ്റെ അലീലും ഉണ്ടായിരിക്കും. ബീജസങ്കലന സമയത്ത് രണ്ട് വകഭേദങ്ങളും, അതായത് ടി അലീൽ പൂമ്പൊടി വഴിയും സ്മോൾ ടി അലീൽ അണ്ഡം വഴിയും കൂടിക്കലരുകയും ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന ജീൻ അടങ്ങിയ സിക്താണ്ഡം ഉണ്ടാവുകയും ചെയ്യുന്നു. അതായത് ഉണ്ടാകുന്ന സങ്കരസന്തതി അഥവാ ഹൈബ്രിഡിൻ്റെ ജീൻ എന്തായിരിക്കും? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരിക്കും. ഇങ്ങനെ രണ്ട് വിപരീത ഗുണങ്ങളുടെയും അലീലുകൾ ഉണ്ടെങ്കിൽ അതിനെ വിപരീത ജോഡി അല്ലെങ്കിൽ ഹെറ്ററോസൈഗസ് എന്ന് പറയുന്നു. F1 തലമുറയിലെയും F2 തലമുറയിലെയും സസ്യങ്ങളുടെ ഉൽപ്പാദനം ആണ് നമ്മൾ നേരത്തെ നോക്കിയത്. അതൊരു സ്ക്വയറിലൊക്കെ എഴുതിയിട്ട് കൊടുത്തു. ആ സ്ക്വയറിനെ പറയുന്ന പേരാണ് പന്നറ്റ് സമചതുരം അല്ലെങ്കിൽ പന്നറ്റ് സ്ക്വയർ. ഈ പന്നറ്റ് സ്ക്വയറിലൂടെയാണ് നമ്മളിങ്ങനെ എഴുതിയിട്ട് കാണിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്ന ഇതാണ് ഇത് പന്നറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. ആ സമചതുരത്തിനെയാണ് പന്നറ്റ് സമചതുരം അഥവാ പന്നറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. പന്നറ്റ് സമചതുരം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രാഫിക സൂചികയാണ്. ഇത് വികസിപ്പിച്ചെടുത്തത് ആരാണ്? റെഗിനാൾഡ് സി പന്നറ്റ്. ഈ പട്ടികയിലൂടെ ഒരു സങ്കരണത്തിൻ്റെ ഫലമായി സന്താനങ്ങളിൽ ഉണ്ടാകുന്ന ഏകദേശം ജനിതക രൂപങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. സാധ്യമായ ലിംഗകോശങ്ങളെ ഒരു സമചതുരത്തിൻ്റെ രണ്ട് വശങ്ങളിലായി എഴുതുന്നു. സാധാരണ മുകളിലത്തെ വശത്തും ഇടതുവശത്തുമാണ് എഴുതാറുള്ളത്. നമ്മൾ നേരത്തെ എഴുതി നോക്കിയാൽ ഇങ്ങനെ മുകൾ ഭാഗത്ത് ഈ സൈഡിലുമായിട്ടാണ് ബീജകോശങ്ങളെ എഴുതുന്നത്. അവ തമ്മിലുള്ള ജോഡികൾ ഓരോ കോളത്തിലും എഴുതുന്നു. പന്നറ്റ് സമചതുരത്തിൽ ഒരു സസ്യം ക്യാപിറ്റൽ ടി ആണായും മറ്റേ സസ്യം പെണ്ണായും സൂചിപ്പിക്കുന്നു. ഇവയുടെ സങ്കരണത്തിലൂടെ ഉണ്ടാകുന്ന F1 തലമുറയുടെ ജനിതക രൂപം രണ്ടും കൂടി ചേർന്നത്, അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. F1 തലമുറയിൽ സ്വപരാഗണം നടത്തുന്നു. ഇവിടെ പുംബീജത്തിന് ഈ അടയാളവും അണ്ഡത്തിന് ഈ ഒരു അടയാളവുമാണ് ഉപയോഗിക്കുന്നത്. പുംബീജാണെങ്കിൽ ഇങ്ങനെ 0 ഇട്ടിട്ട് ഒരു ആരോ മാർക്കും, അണ്ഡമാണെങ്കിൽ ഒരു 0 ഇട്ടിട്ട് താഴെ ഇങ്ങനെ ഒരു പ്ലസ്സുമാണ് കാണിക്കുന്നത്. F1 തലമുറയിൽ സ്വപരാഗണം നടത്തിയപ്പോൾ കിട്ടിയ ബീജകോശങ്ങൾ രണ്ട് തരത്തിൽ ഉള്ളതായിരുന്നു. പൂമ്പൊടി ടി അലിയിലുള്ളതും അണ്ഡം സ്മോൾ ടി അലിയിലുള്ളതും. ഇവ തമ്മിൽ ബീജസങ്കലനം നടക്കാനുള്ള സാധ്യത 50%. അതുമല്ലെങ്കിൽ പൂമ്പൊടി സ്മോൾ ടി അലിയിലുള്ളതും അണ്ഡം ക്യാപിറ്റൽ ടി അലിയിലുള്ളതും. ഇവ തമ്മിൽ ബീജസങ്കലനം നടക്കാനുള്ള സാധ്യതയും 50%. ഇങ്ങനെ ഉണ്ടാകുന്ന സിക്താണ്ഡത്തിൻ്റെ ജനിതക രൂപം ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലെങ്കിൽ സ്മോൾ ടി ആയിരിക്കും. അതാണ് നമ്മൾ ആ നേരത്തെ പന്നറ്റ് സ്ക്വയറിൻ്റെ അത് ആദ്യം കാണിച്ചപ്പോൾ പറഞ്ഞത്. ഞാൻ അതൊന്നും കൂടെ പറയാണ്. ക്രമരഹിതവും സാധാരണമായ ബീജസങ്കലനത്തിലൂടെ 1/4 ഭാഗം ജീനുകൾ ക്യാപിറ്റൽ ടിയും 1/2 ഭാഗം ജീനുകൾ ക്യാപിറ്റൽ ടി സ്മോൾ ടിയും 1/4 ഭാഗം ജീനുകൾ സ്മോൾ ടിയുമാണെന്ന് പന്നറ്റ് സമചതുരത്തിലൂടെ വ്യക്തമാകുന്നുണ്ട്. F1 തലമുറയിലെ ജനിതക രൂപം ക്യാപിറ്റൽ ടി സ്മോൾ ടിയും അതിൻ്റെ പ്രകട രൂപം ഉയര കൂടുതലുമാണ്. F2 തലമുറയിൽ 3/4 ഭാഗം ഉയരം കൂടിയവയാണ്. ഇവയിൽ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയുമാണ്. ഇവയുടെ ബാഹ്യരൂപം കൊണ്ട് ജനിതക രൂപം കണ്ടെത്താൻ സാധ്യമല്ല. അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ജനിതക രൂപത്തിൽ ക്യാപിറ്റൽ ടിയുടെ സ്വഭാവം മാത്രമേ പ്രകടിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് ക്യാപിറ്റൽ ടി എന്ന അലിയിൽ ഉയര കൂടുതൽ സൂചിപ്പിക്കുകയും പ്രകട സ്വഭാവം എന്ന് പറയുകയും ചെയ്യുന്നു. സ്മോൾ ടി എന്ന് പറയുന്ന അലിയിൽ സൂചിപ്പിക്കുന്ന ഉയരക്കുറവ് എന്ന സ്വഭാവത്തെ അപേക്ഷിച്ച് ക്യാപിറ്റൽ ടി എന്ന അലിയിൽ സൂചിപ്പിക്കുന്ന ഉയര കൂടുതൽ എന്ന സ്വഭാവം മുൻപന്തിയിൽ വരുന്നു. ഈ ഒരു ഗുണം പ്രകടമാവുന്നത് കൊണ്ട് F1 തലമുറയിലെല്ലാം തന്നെ ഉയരം കൂടിയവ ആയിരിക്കും.
F2 തലമുറയിൽ 3/4 ഭാഗം ഉയരം കൂടിയ സസ്യങ്ങളും 1/4 ഭാഗം ഉയരം കുറഞ്ഞ സസ്യങ്ങളുമാണ്. അവയുടെ പ്രകടഗുണത്തിൻ്റെ അനുപാതത്തിൽ 3/4 ഉയരം കൂടിയത് ഈസ്റ്റു 1/4 ഉയരം കുറഞ്ഞത്. ഉയരം കൂടിയത് ഏതിനൊക്കെ ഉണ്ടാവും? ക്യാപിറ്റൽ ടിക്കും ക്യാപിറ്റൽ ടി സ്മോൾ ടിക്കും ഉയരം കൂടിയത് എന്ന് പറയുന്ന പ്രകടഗുണം കാണിക്കുന്നു. എന്നാൽ സ്മോൾ ടി എന്താണ് ഉയരം കുറഞ്ഞത്. അതായത് 3:1 എന്ന് പറയുന്ന അനുപാതമാണ് കിട്ടുന്നത്. എന്നാൽ അതിൻ്റെ ജനിതക രൂപത്തിൻ്റെ അനുപാതം 1:2:1 ആണ്. 1/4:1/2:1/4 എന്നത് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് ചുരുക്കി എഴുതാം. F2 തലമുറയിലുണ്ടായ സസ്യങ്ങളെ സ്വപരാഗണം നടത്തി മെൻഡൽ F3യും F4 തലമുറയും ഉൽപ്പാദിപ്പിച്ചു. F2 തലമുറയിലെ സസ്യങ്ങൾ ഉയരം കുറഞ്ഞ സസ്യങ്ങൾ തുടർന്നുള്ള എല്ലാ തലമുറയിലും ഉയരം കുറഞ്ഞ സസ്യങ്ങളെ തന്നെ ഉൽപ്പാദിപ്പിച്ചു. അങ്ങനെ ഉയരക്കുറവ് എന്നതിൻ്റെ ജനിതക രൂപം TT ആണെന്ന നിഗമനത്തിലെത്തി. ഗണിതശാസ്ത്രത്തിലെ സാധ്യതകൾ ഉപയോഗിച്ച് ജനിതക രൂപങ്ങളുടെ തോത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാലും പ്രകടരൂപത്തിൽ നിന്നും അതിൻ്റെ ജനിതക രൂപത്തിൻ്റെ ഘടന നിർണ്ണയിക്കാനൊന്നും നമുക്ക് പറ്റില്ല. ഉദാഹരണമായി F1 തലമുറയിലും F2 തലമുറയിലും പൊക്കം കൂടുതൽ നിർണ്ണയിക്കുന്നത് ക്യാപിറ്റൽ ടി അഥവാ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഈ രണ്ടെണ്ണത്തിലെ ഏത് ജനിതക രൂപമാണ് എന്ന് പ്രവചിക്കാൻ നമുക്ക് സാധ്യമല്ല. ഒരു F2 തലമുറയിലെ സസ്യത്തിൻ്റെ ജനിതക രൂപം മനസ്സിലാക്കണമെങ്കിൽ ആ സസ്യത്തെ അതിൻ്റെ ഗുപ്തഗുണമുള്ള സസ്യം കൊണ്ട് സങ്കരണം നടത്തിയാൽ മതി. അപ്പോൾ F2 തലമുറയിലുള്ള സസ്യത്തിൻ്റെ ജനിതക രൂപം നമുക്ക് എങ്ങനെ കിട്ടും? ആ സസ്യത്തെ, അതായത് F2 തലമുറയിലെ സസ്യത്തെ അതിൻ്റെ ഗുപ്തഗുണമുള്ള സസ്യം കൊണ്ട് സങ്കരണം നടത്തുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെസ്റ്റ് ക്രോസ് അല്ലെങ്കിൽ ശോധക സങ്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ശോധക സങ്കരണം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? F2 തലമുറയിലെ സസ്യത്തിൻ്റെ ജനിതക രൂപം മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ശോധക സങ്കരണം അല്ലെങ്കിൽ ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ചെയ്യുക? F2 തലമുറയിലെ സസ്യത്തിനെ എടുക്കുക, അതിൻ്റെ തന്നെ ഗുപ്തഗുണമുള്ള സസ്യം കൊണ്ട് ക്രോസ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്നതിന് അടുത്ത തലമുറയെ നോക്കിക്കഴിഞ്ഞാൽ F2 തലമുറയിലെ സസ്യത്തിൻ്റെ ജനിതക രൂപം മനസ്സിലാക്കാം. ഇതിലൂടെ സസ്യത്തിൻ്റെ യഥാർത്ഥ ജനിതക രൂപം നിർണ്ണയിക്കാൻ സാധിക്കുന്നു. ശോധക സങ്കരണത്തിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വയലറ്റ് നിറമുള്ള പൂവ് എടുത്തിട്ടുണ്ട്, അതുപോലെ വെളുത്ത നിറമുള്ള പൂവും കിട്ടിയിട്ടുണ്ട്. ഇവ തമ്മിലുള്ള ശോധക സങ്കരണം കാണിക്കുന്ന ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് അറിയേണ്ടത് എന്തിൻ്റെയാണ്? ഈ വയലറ്റിൻ്റെയാണ് അറിയേണ്ടത്. വയലറ്റിൻ്റെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ സമജോടി ഗുപ്തഗുണമുള്ള സസ്യം കൊണ്ട് വർഗസങ്കരണം നടത്തുന്നു. അതായത് വയലറ്റിൻ്റെ നമ്മളെങ്ങനെ എഴുതും? ക്യാപിറ്റൽ W എന്നോ അല്ലെങ്കിൽ ക്യാപിറ്റൽ W സ്മോൾ w എന്നോ നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ കാണുന്നത് വയലറ്റാണ്. അപ്പോൾ അതിലെന്തുണ്ടാവാം? ക്യാപിറ്റൽ W രണ്ടെണ്ണത്തിലും ഉണ്ട്. ഗുപ്തഗുണമുള്ളത് എന്ന് പറയുമ്പോൾ എന്താണ്? അത് സ്മോൾ w ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ബീജകോശങ്ങൾ ക്യാപിറ്റൽ W ഇതിലേക്കും പോയിട്ടുണ്ട്, സ്മോൾ w ഈ ബീജകോശത്തിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെയാണെങ്കിലോ 2 സ്മോൾ w ആണ് ബീജകോശങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഇതിനെ രണ്ടിനെയും തമ്മിൽ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് ഈ ഡബ്ല്യുവും കൂടി ഇവിടെ ക്യാപിറ്റൽ W സ്മോൾ w, ഇവിടെയും എന്താണ്? ക്യാപിറ്റൽ W സ്മോൾ w. ഇവിടെ സ്മോൾ w കിട്ടുന്നു. ഇവിടെ ഇത് രണ്ടും കൂടി സ്മോൾ w കിട്ടുന്നു. ഇവിടെയാണെങ്കിലോ ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബീജകോശങ്ങൾ എഴുതുമ്പം ഈ W ഒരെണ്ണത്തിലേക്ക്, ഈ സ്മോൾ w ഒരു ബീജകോശത്തിലേക്ക്. ഈ ക്യാപിറ്റൽ Wയിൽ നിന്ന് ഒരു ക്യാപിറ്റൽ W ഒരു ബീജകോശത്തിലേക്ക്, അടുത്ത ക്യാപിറ്റൽ W അടുത്ത ബീജകോശത്തിലേക്ക്. ഇനി അതിൻ്റെ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടായ പ്ലാന്റ്സിൻ്റെ നോക്കിയാൽ ഈ ക്യാപിറ്റൽ Wയും ഈ സ്മോൾ wയും കൂടി ഇവിടെ ക്യാപിറ്റൽ W സ്മോൾ w കിട്ടി. ഈ ക്യാപിറ്റൽ Wയും ഈ സ്മോൾ wയും കൂടി ഇവിടെ ക്യാപിറ്റൽ W സ്മോൾ w കിട്ടി. ഈ ക്യാപിറ്റൽ Wയും ഈ സ്മോൾ wയും കൂടിയിട്ട് ഇവിടെ ക്യാപിറ്റൽ W സ്മോൾ w കിട്ടി. ഈ ക്യാപിറ്റൽ Wയും ഈ സ്മോൾ wയും കൂടിയിട്ട് ഇവിടെ ക്യാപിറ്റൽ W സ്മോൾ w കിട്ടി. എല്ലാറ്റിലും ക്യാപിറ്റൽ W ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? എല്ലാ പൂക്കളും വയലറ്റാണ്. ഇവിടെ 2 സ്മോൾ w ആണ്. അതെന്താണ്? വെള്ള. 2 സ്മോൾ w ആയത് ഗുപ്തഗുണമായ വെള്ള കാണിക്കുന്നു. 2 വെള്ളയാണ്. 2 ക്യാപിറ്റൽ W ഉള്ളതുകൊണ്ട് ഇതെന്താണ്? 2 വയലറ്റാണ്. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? ഇവിടെ എല്ലാ പൂക്കളും വയലറ്റ്, ഇവിടെ പകുതി പുഷ്പം വയലറ്റും ബാക്കിയുള്ളവ വെളുത്തതുമായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അറിയാത്തതിൻ്റെ ജനിതക രൂപം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എല്ലാം ഇതുപോലെയാണ് കിട്ടുന്നതെങ്കിൽ
ഈ അറിയാത്തതിൻ്റെ ജനിതക രൂപം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡബ്ല്യു ആണ്. എന്നാൽ എല്ലാം അങ്ങനെയല്ല കിട്ടുന്നതെങ്കിൽ, പകുതി ഇങ്ങനെയും പകുതി ഇങ്ങനെയുമാണ് കിട്ടുന്നതെങ്കിൽ ഈ അറിയാത്തതിൻ്റെ ജനിതക രൂപം ഏതാണ്? ഇതാണ്. അങ്ങനെ F2 തലമുറയിലെ സസ്യത്തിൻ്റെ ജനിതരൂപം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശോധക സങ്കരണം അല്ലെങ്കിൽ ടെസ്റ്റ് ക്രോസ് നടത്തുന്നത്. മുകളിൽ പറഞ്ഞിരിക്കുന്ന നിരീക്ഷണങ്ങളിൽ നിന്നെല്ലാം കൂടി ഗ്രിഗർ മെൻഡൽ ഏക സ്വഭാവ സങ്കരണത്തിൽ പാരമ്പര്യ വ്യതിയാനത്തെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്ന 3 നിയമങ്ങളെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ നിയമങ്ങളാണ് പാരമ്പര്യ സ്വഭാവ നിയമങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ മെൻഡലിൻ്റെ പാരമ്പര്യ സ്വഭാവങ്ങൾ 3 ഒന്നാമത്തേത് പ്രകട സ്വഭാവ നിയമം, രണ്ടാമത്തേത് വിവേചന നിയമം, മൂന്നാമത്തേത് സ്വതന്ത്ര അപവ്യൂഹ നിയമം. ഇങ്ങനെ 3 നിയമങ്ങളാണ് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ നിയമങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്